ഹലോ, മൈൻഡ് ക്ലിനിക് എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും വീഡിയോ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ആണെന്ന്. അതിനെക്കുറിച്ച് തന്നെയാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു സ്റ്റുഡൻറ്റ് +2-ൽ 98% മാർക്സ് വാങ്ങി. പേരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും പ്രഷർ കാരണം എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. 4 വർഷം രാപ്പകലില്ലാതെ പഠിച്ച് പാസ്സായി. ടോപ്പ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി കിട്ടി. സാലറി ലക്ഷങ്ങൾ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും സിവിയർ ബേൺ ഔട്ട്, ഡിപ്രഷൻ, ജോലിക്ക് പോകാൻ മടിയായി, ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. എന്താ കാരണം? ആപ്റ്റിറ്റ്യൂഡ് മാച്ച് ചെയ്തില്ല. ഒരു ഷോക്കിംഗ് ഫാക്റ്റ് പറയാം. ഇന്ത്യയിൽ 70% എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും അവരുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്നില്ല. കാരണം മാർക്സ് മാത്രം നോക്കി കോഴ്സ് സെലക്ട് ചെയ്യുന്നു. +2-ൻ്റെ മാർക്സ് വന്നു കഴിഞ്ഞാലുടൻ എല്ലാവരും ചോദിക്കും, മാർക്സ് എത്രയുണ്ട്, നല്ല മാർക്കുണ്ടോ? അങ്ങനെ നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സയൻസ് സബ്ജക്റ്റ് എടുക്കണം. ഇങ്ങനെ എല്ലാവരും പറയും. പക്ഷെ നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല. എന്നിട്ടും നിങ്ങൾ ആ സബ്ജക്റ്റ് എടുത്താൽ, അങ്ങനെ ഒരു റോങ് ഡിസിഷൻ നിങ്ങളെടുത്താൽ നിങ്ങളുടെ 1-2 വർഷമല്ല 4-5 വർഷം വരെ വെറുതെ പോകും. ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാച്ചുറൽ ടാലൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി സ്ട്രെങ്ത്സ്. അതായത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൽ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിങ്ങൾ നാച്ചുറൽ ടാലൻറ്റ് കാണും, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ എക്സലൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കാൻ പറ്റും. മാർക്സ് എന്ന് പറയുന്നത് പഠനശേഷി പ്ലസ് മെമ്മറി പ്ലസ് എക്സാം സ്കിൽ. അതായത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നു, എന്നിട്ട് അത് എക്സാം വരുമ്പോൾ എക്സാമിനത് എഴുതുന്നു. അതിന് പിന്നെ എക്സാമിന് മാർക്സ് സ്കോർ ചെയ്യാനുള്ള ചില എക്സാമിൻ സ്കിൽസും നിങ്ങൾക്ക് കാണും. അതാണ് മാർക്സ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആക്കാം. ഒരാൾക്ക് മാത്സിൽ ഹൈ മാർക്കുണ്ട്, പക്ഷേ ക്രിയേറ്റീവ് ഫീൽഡാണ് റിയൽ പാഷൻ. അങ്ങനത്തെ ഒരാൾ എൻജിനീയറിംഗ് എടുത്താൽ അവർ ആ ഫീൽഡിൽ സഫർ ചെയ്യും. കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്റ്റീജ് പ്രഷർ പേരൻസിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും. മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോഴ്സ് എടുക്കാൻ കുട്ടികളെ പേരൻസ് ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫോഴ്സിങ് ഇതിന് പുറകിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത് ഒരു റീസൺ സോഷ്യൽ പ്രൂഫാണ്. അതായത് എല്ലാവരും എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്നു എന്ന് കണ്ടാൽ പേരൻസും അത് തന്നെ ചെയ്യുന്നു. അതാണ് ഒരു റീസൺ. അടുത്ത റീസൺ എന്ന് പറയുന്നത് വിക്കേറിയസ് അച്ചീവ്മെൻ്റ് ആണ്. അതായത് പേരൻസിൻ്റെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡ്രീംസ് കുട്ടികളിലൂടെ അവർ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് പേരൻസിന് ചിലപ്പോൾ എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാണും, പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ അവർ ആ ആഗ്രഹം കുട്ടികളിലൂടെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് അവർ കുട്ടികളെ എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടറായി കാണാൻ ശ്രമിക്കുന്നു. മറ്റൊരു റീസൺ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മുടെ കുട്ടി BA എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നുള്ള ഭയം. അതാണ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. മാർക്കിനേക്കാൾ ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയാനുള്ള 5 റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് ലോങ് ടേം ഹാപ്പിനെസ് ആൻഡ് സക്സസ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മളൊരു ജോലിയിൽ 30 to 40 ഇയേഴ്സ് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്താൽ ബേൺ ഔട്ട്, ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടാകും. അടുത്ത റീസൺ ബെറ്റർ പെർഫോമൻസ്. ആപ്റ്റിറ്റ്യൂഡ് മാച്ച് ആവുന്ന ഫീൽഡിൽ നമുക്ക് നാച്ചുറൽ എക്സലൻസ് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. വേറൊരു റീസൺ എന്ന് പറയുന്നത് ലോ ഡ്രോപ്പ് ഔട്ട് റേറ്റ്. അതായത് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് മാച്ച് ആവാത്ത
റോങ് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ആ ഒരു 30-40% ഓഫ് ദ കുട്ടികൾ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവാറുണ്ട്, അല്ലെങ്കിൽ അവർ വേറൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പേരൻസിൻ്റെ ഡോക്ടർ ആവണം എന്നുള്ള പ്രഷർ കാരണം, പേരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഡോക്ടർ ആവണം എന്നുള്ള പ്രഷർ കാരണം MBBS പഠിച്ചു. അങ്ങനെ ഡോക്ടറായി. +2 നല്ല മാർക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലിയിൽ ഒട്ടും ഹാപ്പിയല്ല. അതേസമയം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ, അയാളുടെ പാഷൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അദ്ദേഹം ആ പാഷൻ ഫോളോ ചെയ്തു. ഇപ്പോൾ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ആർട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാം. ഒരു സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം പോകുന്നത് അറിയുന്നില്ല? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ അത്രയും ഇൻവോൾവ് ആണ്, നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് ആ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് ജോബ് ഇമാജിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്? അതായത് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് കാണും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഒരു ലോയറായിട്ട്, നിങ്ങൾ സ്വയം ലോയറായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ടീച്ചർ ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ, അങ്ങനെ ഏത് ജോലി നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്? അടുത്തത്, ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സബ്ജക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യാറുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിലുള്ള ജോലി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ്, ആ ജോലി നിങ്ങൾക്ക് ഡെയിലി ജോബായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതായത് എല്ലാ ദിവസവും നിങ്ങളത് ചെയ്യണം. അപ്പോൾ ഇത് ഓണസ്റ്റ് ആൻസർ ചെയ്യണം. ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം ഏസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡ് സ്യൂട്ടാണ്. അതായത് പക്ഷേ ഇത് ഫൈനൽ ഡിസിഷൻ അല്ല, ഇത് ഒരു സെൽഫ് ചെക്ക് മാത്രമാണ്. അപ്പോൾ ഇതാണ് സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് ഫൈനൽ ഡിസിഷനായിട്ട് ഇത് കാണാൻ പറ്റത്തില്ല. ഫൈനൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങളൊരു കൗൺസിലറിനെ കാണണം. ഇനി പേരൻസിനോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, മാർക്ക് സ്റ്റാറ്റസ് അല്ല, കുട്ടിയുടെ ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഇത് കേൾക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണ്. ആപ്റ്റിറ്റ്യൂഡ് ഫോളോ ചെയ്താൽ എക്സ്ട്രാ ഓർഡിനറി സക്സസ് കിട്ടും. ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. In my next video, I'll explain in detail how you can figure out your aptitude. Thank you.